ഞങ്ങളെ മുത്തിലും മുത്തായ മുത്തു റസൂലിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങളെ പൈസകൾ കയ്യിലാക്കിയിട്ടുണ്ട്. എന്തിനാ മൂല്യരെ നിങ്ങളിങ്ങനെ ക്ഷോഭിക്കണത്? വേദനയാണ്. 27 കൊല്ലം ഇവരെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവർ പറയുന്നത് സത്യമാണെന്ന് അന്ന് വിശ്വസിച്ച് കൂടെ നിന്നവനായി വിനീതൻ. അന്ന് ഈ മസ്ജിദിന്റെ പണിക്ക്, ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞാൻ SSFന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോ വടക്കേക്കാടിന്റെ ഹൃദയഭാഗത്ത് ഒരുമിച്ച് കൂട്ടിയ സുന്നി സമ്മേളനത്തിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് 1000 രൂപ വെച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ക്യാഷുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലുള്ള പൈസയുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ പേരിലുള്ള ക്യാഷുണ്ട്. വെറുതെ പറയുന്നതല്ല. അന്ന് ആ പൈസ പിരിച്ചു കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വന്യരായ ഉസ്താദിന്റെ കരങ്ങളിൽ തന്നെ ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകാൻ നമ്മുടെ ഒരാളുടെ ഒരു വിഹിതം 1000 രൂപ കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ കയ്യിൽ കരുതി വന്നിട്ടുണ്ട്. കൂപ്പൺ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച് ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് ഹദിയ സമർപ്പിക്കുന്നു. ഇനിയുള്ള ആളുകൾക്കൊക്കെ ഒരു ലൈനായി നിന്ന് ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉസ്താദിന്റെ കയ്യിൽ സദസ്സ് അലങ്കോലപ്പെടരുത്, ലൈനായി നിന്ന് ഉസ്താദിന്റെ കരങ്ങളിൽ അത് ഏൽപ്പിക്കാനുള്ള സുവർണാവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ോ വെച്ചോടത്ത മോനെ കാണട്ടെ. നോക്കുങ്ങള്, തൃശൂർ ജില്ലയിലെ പ്രായം ചെന്ന ഉസ്താദുമാരുണ്ട്, പാവപ്പെട്ട പ്രവർത്തകരുണ്ട്. ഒന്നിനും കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകളിൽ നിന്ന് 1000 രൂപ വീതം അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറ് സൂക്ഷിക്കാനെന്ന വ്യാജേന നിങ്ങളാ കൈക്കലാക്കിയ കോടികൾ എവിടെ? ആ പള്ളി എവിടെ? ഇത് ഞങ്ങൾക്ക് ചോദിക്കാൻ ധാർമ്മികമായ അവകാശമില്ലേ? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ പള്ളിയുടെ വിഷയത്തിലും കള്ളത്തരം പറഞ്ഞവരാ.